പിന്നെ കൈവിട്ടുപോയ കലാരൂപങ്ങളല്ലേ, അത് കൊണ്ടുവന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കും വളരെ സന്തോഷമുണ്ട്. കുറച്ച് ആളുകൾക്ക് ഉള്ളൂ ഇത്രയും പ്രായമായപ്പോൾ നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലെന്ന് ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷെ എന്നാലും 90% ആൾക്കാർക്കും സപ്പോർട്ടാണ്. നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. എന്റെ പേര് ഓമനയമ്മ. എനിക്ക് 73 വയസ്സ്. ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ തറവാട് വീടായി ഇത് ഇവിടെ തിരുവാതിരകളി ഉള്ളതായിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഇവിടെ തന്നെ വന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം. ഇവരിതെല്ലാം നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്? സുഖമാണ്. എന്റെ പേര് ജയലക്ഷ്മി. കൂട്ടത്തിൽ നല്ല ചെറുകുറുക്കുള്ള ആളാണല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവരൊക്കെ വരാത്തപ്പോ അമ്മയാണ് എല്ലാരെയും വിളിച്ചോണ്ട് വരുന്നത്. അല്ല, അവരെല്ലാരും മുന്നിട്ട് നിൽക്കുന്നത്. തിരിച്ചല്ലയോ നമ്മളെ വിളിച്ചോണ്ട് വരും. പിന്നെ എങ്ങനെയുണ്ട് ഈ തിരുവാതിര വിശേഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? തിരുവാതിര നല്ലതാണ്. ഞങ്ങള് ചുമ്മാതെ വീട്ടിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങി പീത്ത തൂങ്ങിയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഞങ്ങള് എല്ലാവരും ഇറങ്ങി കളിച്ചു. അതേപോലെ നടുവിന് വേദന, മുട്ടിന് വേദന, കൈക്ക് വേദന ഉള്ളവരൊക്കെ ആയിരുന്നു എല്ലാവരും. ഇപ്പൊ ഇതിനിറങ്ങി ഒരുപാട് നമുക്ക് അതിൻ്റെതായ ആശ്വാസമുണ്ട്. അതുപോലെ ഓരോരുത്തർ പറയുന്നത് അവർക്ക് പ്രഷറും ഷുഗറും ഒക്കെ കുറയുണ്ടെന്ന്, കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞവരുണ്ടെന്ന് പറയുന്നു. പിന്നെ അത് തന്നെയല്ല, നമുക്ക് കുറെ നേരം റിലാക്സ് ആകും. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ റിലാക്സ് ആണ്. ഒന്നും അറിയണ്ട, ഇവിടെ വന്നു എല്ലാവരും കൂടെ കളിച്ചു, ചിരിച്ചു, സംസാരിച്ചു, എക്സർസൈസും ആകും. ഒപ്പം നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഉത്സാഹവും സന്തോഷമാകും. ഞങ്ങള് തിരുവാതിര എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കളി, ഞങ്ങള് കൈകൊട്ടി കളിയും എല്ലാ പരിപാടിയും ഉണ്ട്. ഞങ്ങളുടെ കൂടുതലും ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളിപ്പോ യൂട്യൂബിനകത്ത് എത്ര നല്ല നല്ല പാട്ടുകള്, അടിപൊളി പാട്ടുകളൊക്കെയാ നോക്കുന്നത്. ചെറുപ്പക്കാര് മാത്രം കളിച്ചങ്ങ് പേരാവരുതല്ലേ. ഞങ്ങള് വയസ്സര് മാത്രം കളിക്കുന്നതൂടെ കാണണമല്ലോ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ 2-3 കളിച്ചു. ഞങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അറിയാമല്ലോ. ഇതിലൊക്കെ കൂടുതൽ സന്തോഷമുള്ള ഈ കുഞ്ഞുങ്ങളുടെ രണ്ടിന്റെയും കൂടെ നിൽക്കുന്നതിനകത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നെങ്കിലും ഞങ്ങളുടെ പ്രായമുള്ളവരല്ലേ സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അത് തിരുത്തി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് കക്ഷി വെക്കത്തുള്ളൂ. നമ്മുടെ അവസാനം ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഇതിനെല്ലാം കാരണക്കാരായ രണ്ടുപേരുണ്ട്. ഞങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്നെങ്കിലും ഞങ്ങൾ സ്റ്റെപ്പുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ മാറ്റിയിട്ടൊക്കെയാണ് നമ്മളെല്ലാം ഒന്ന് എക്സ്ട്രാ ആക്കും. അങ്ങനെ നമ്മൾ നമ്മുടേതായ ഒരു കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും കൂടെ നമുക്ക് ക്ഷണിച്ചാലോ? ആ രണ്ടുപേരും ഇങ്ങോട്ട് സെന്ററിലോട്ട് ചെറുതായിട്ട് വെറുതെ എങ്ങും കളിക്കാൻ വേണ്ടിയല്ല, വെറുതെ ഇവിടെ വെറുതെ ഞങ്ങളെല്ലാരും രസത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അത് ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ കളിച്ച് അവിടെ കളിച്ച് പിന്നെ വേറെ സ്ഥലത്തോട്ട് വിളിയോന്ന് അങ്ങനെ കളിച്ച് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും കളിക്കാം, എവിടെ പോയാലും കളിക്കാന്ന് മനസ്സിലായി. നമ്മള് ഇനി നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നമ്മളെ ദൂര ക്ഷേത്രങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വിളിച്ചാൽ നമ്മൾ പോകാൻ തയ്യാറാണോ? ഓ അടിപൊളി. ആ ഒരു വൈബ് നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതോ ഇപ്പൊ നിലവിൽ എന്താ ചെയ്യുന്നത്? ഞാൻ TTC പഠിക്കുന്നു. ഞാൻ 8ാം ക്ലാസ്സിലാണോ? അപ്പൊ 8ാം ക്ലാസ്സുകാരിയാണ് ഈ എല്ലാവർക്കും പഠിപ്പിക്കുന്നത്. അടിപൊളി. ഇപ്പം വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട് 8ാം ക്ലാസ്സുകാരിക്ക്? എത്ര വിദ്യാർത്ഥികളുണ്ട്? 10 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ 10 എന്നുള്ളത് 100 ആവും. ഇനി ആൾക്കാർ വന്നാൽ പഠിപ്പിക്കുമോ? പഠിപ്പിക്കും. രണ്ടുപേര് അത് ശരി. എല്ലാരും അടിച്ചു പൊളിക്കുക. അപ്പൊ നമുക്ക് ആ തിരുവാതിര സ്റ്റെപ്പ് ഒന്ന് കണ്ടാലോ? അത് കൊള്ളാം. സകുടുംബം കലാകുടുംബം. അടിപൊളി. അപ്പൊ നമുക്ക് ആ വെട്ടം പോകുന്നതിന് മുമ്പ് തിരുവാതിര ഒന്ന് കണ്ടാലോ? ഓക്കെ, കമോ.